ദൈവത്തിന് സ്തുതി. സങ്കീർത്തനം 83. ദൈവമേ, മിണ്ടാതിരിക്കരുതേ. ദൈവമേ, മൗനമായും സ്വസ്ഥമായും ഇരിക്കരുതേ. ഇതാ നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പഴിക്കുന്നവർ തലയുയർത്തുന്നു. അവർ നിന്റെ ജനത്തിന് നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാത്തവണ്ണം നാം അവരെ മുടിച്ചു കളയുക. അവരുടെ പേരിനി ആരും ഓർക്കരുതേ എന്നവർ പറഞ്ഞു. അവരിങ്ങനെ ഐക്യമത്യത്തോടാലോചിച്ചു, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. ഏദോമിരെയും ഇസ്മായേലിയരെയും കൂടാരങ്ങളും മേവാര്യരും ഹഹഗേരുടെ കൂടെ ഹെവാലും അമ്യോനും അമാലേക്കും പെലിസ്ത്യ ദേശവും സോർ നിവാസികളും അസ്രൂരും അവരോട് യോജിച്ചു. അവർ ലോത്തിന്റെ മക്കൾക്ക് സഹായമായിരുന്നു. മിദ്യാന്യനോടും ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശോൻ തോട്ടത്തിങ്കിൽ വെച്ച് സീസറോടും യാവിനോടും ചെയ്തതുപോലെ തന്നെ അവർ എൻദോരിൽ വെച്ച് നശിച്ചു പോയി. അവർ നിലത്തിന് വളമായി തീർന്നു. അവരുടെ കുലീനന്മാരെ ഓബോബ്, സേവ് എന്നിവരെ പോലെയും അവരുടെ സകല പ്രഭുക്കന്മാരെയും സെബഹ്, സ്മുന്ന എന്നിവരെ പോലെയും ആക്കണമേ. നാം ദൈവത്തിൻ്റെ നിവാസങ്ങളെ നമുക്ക് അവകാശമാക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞുവല്ലോ. എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റത്തെ പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിർ പോലെയും ആക്കണമേ. വനത്തെ ദഹിപ്പിക്കുന്ന തീ പോലെയും പർവ്വതങ്ങളെ ചുട്ടുകളയുന്ന അഗ്നിജാല പോലെയും നിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് അവരെ പിന്തുടരണമേ. നിന്റെ ചൊല്ലിക്കാറ്റ് കൊണ്ട് അവരെ പ്രേരിപ്പിക്കണമേ. യഹോവേ, അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടേനെ. നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ. അവർ എന്നേക്ക് ലജ്ജിച്ച് ഭ്രമിക്കുകയും നാണിച്ച് നശിച്ചു പോകുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്ന് നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്കും ഇതേ അത്യുന്നതനെന്നറിയും.